ദാവീദ് രാജാവ് തുള്ളിച്ചാടി ആരാധിക്കും. മട്ടുപ്പാവിൽ നിന്ന് മീഖള് എന്റെ ഭർത്താവ് തുള്ളിച്ചാടുന്നു, അയ്യോ കേട്ടോ. പക്ഷേ ബൈബിളിൽ പറയുന്നു അവൾക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചില്ല. അവളുടെ ഗർഭം ദൈവം അടച്ചു കളഞ്ഞു. ആരാധനയെ നമ്മൾ ബഹുമാനിക്കണം, ആരാധിക്കണം. ഞാനൊരു ദൈവദാസന്റെ അനുഭവം കേട്ടത് കോട്ടയത്ത് ഇന്ന് അത് വലിയൊരു സഭ നടത്തും. അദ്ദേഹം ഒരു പുതിയ സ്ഥലത്ത് ആരാധനയ്ക്ക് ഇങ്ങനെ പുതിയ പ്രവർത്തനത്തിന് വന്ന സമയത്ത് ഒരു വീട് വാടകയ്ക്ക് കിട്ടി. വാടകയ്ക്ക് എന്ന് പറഞ്ഞാൽ അവർ വിദേശത്തേക്ക് പോയപ്പോൾ ആൻറ്റി പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചോ, ഇവിടെ എങ്ങനെ അധികം ആൾക്കാർ താമസിക്കാറില്ല, നിങ്ങൾ പക്ഷേ വലിയ പാട്ടൊന്നും പാടരുത്, ഈ തമ്പേർ കൊട്ടവും ചെയ്യരുത്, പ്രശ്നമാണ്, നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും. ഇവർ എല്ലാ ദിവസവും വൈകുന്നേരം ആരെങ്കിലും വരണ്ടേ, പുതിയ പ്രാർത്ഥനയാണ്, ആരെങ്കിലും വരണ്ടേ ചെണ്ട കൊട്ടി അങ്ങ് പാടും. ഈ ചെണ്ട കൊട്ടി പാടുന്നിട്ട് ആരും വരുന്നില്ല, ഒരു മനുഷ്യൻ പോലും പാട്ട് കേട്ടും വരുന്നില്ല, വഴക്ക് പറയാനും വരുന്നില്ല. ഒരു ദിവസം ഒരു അമ്മച്ചി കയറി വന്നു. ഒരു അമ്മച്ചി കയറി വന്നിട്ട് പറഞ്ഞു, നിങ്ങളാണോ രാവിലെ വന്നത്? അമ്മച്ചി പറഞ്ഞു, നിങ്ങളാണോ ഇവിടെ രാത്രി കുറെ ചെണ്ട കൊട്ടും എന്തൊക്കെയോ പാടുകയൊക്കെ ചെയ്യുന്നത്? അതെ. എന്താണെങ്കിലും നല്ലതാ, എല്ലാ ദിവസവും പാടിക്കോണം കേട്ടോ. ഇപ്പൊ എന്താ കാര്യം അമ്മച്ചി, എന്താ കാര്യം പറഞ്ഞേ? മോനെ ഇവിടെ ഒരു കുളമുണ്ട്, ഒരു കുളം ഈ വീടിന്റെ മുമ്പിലാണ് കുളം, ഈ അമ്മച്ചിയുടെ വീടിന്റെ മുമ്പിൽ. ഈ കുളത്തിൽ വർഷങ്ങളായിട്ടൊരു വരത്തുപോക്കുണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയാതെ തന്നെ കുറെ പേര് കുളിക്കുന്ന ഒരു പരിപാടി. ഇവർക്ക് അറിയത്തില്ല, എന്തോ ഒരു ബഹളം, പെണ്ണുങ്ങളുടെ സംബന്ധം അവരുടെ ഭയങ്കര. പക്ഷെ നിങ്ങൾ ഈ ചെണ്ടകൊട്ടും ഹല്ലേലൂയ പരിപാടി തുടങ്ങിയപ്പോൾ ഈ ഏരിയയുടെ ആ പരിപാടി അങ്ങനെ ഒരു ശല്യം ഈ ഏരിയയിൽ ഇല്ല. നിങ്ങൾ ഇനി എല്ലാ ദിവസവും എന്ത് ചെയ്തോണം? ഒരു കാര്യം കൂടി പറഞ്ഞു ആ അമ്മച്ചി പറഞ്ഞത്, ഒരു കാര്യം ചെയ്യാമോ, എൻ്റെ വീട്ടിൽ ഒരു മോനുണ്ട്, അവൻ പുറത്തിറങ്ങുന്നില്ല, പഠിച്ച് ജോലി കിട്ടണ്ട, പുറത്തു പോകുന്നില്ല, ഒരു രക്ഷയില്ല, അവൻ വീട്ടിലിരിപ്പാണ്, ഒന്ന് വരാമോ? ദൈവദാസൻ കുറെ നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു വീട്ടിലൊരു എൻട്രി കിട്ടാൻ. ചെന്നു, ആ വീട്ടിൽ പ്രാർത്ഥിച്ചു, അവന്റെ മേലുള്ള ദുരാത്മാവ് പുറത്തുപോയി, അവരാദ്യത്തെ വിശ്വാസി കുടുംബമായി ആ ചർച്ചിലേക്ക് വന്നു. ഞാനത് പറയാൻ കാര്യം, ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ചർച്ചിലുള്ള ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ വീട്ടിൽ ഭാര്യ, ഭർത്താവ്, മക്കളൊക്കെ കൂടി ചേർന്ന് ഒന്ന് ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് ആരാധിച്ചേ, ഒരു മാറ്റം ഉണ്ടാകും. ആരാധന ദൈവത്തിന്റെ അനുഗ്രഹത്തെ കൊണ്ടുവരും.